ആദരങ്ങളോടെ നമസ്കാരം. ആദ്യമായി ഈയൊരു വേദിയിൽ എനിക്കൊരവസരം തന്ന സ്വാക്കിനോട് എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു 2 മാസമായിട്ട് ഈ കോഴിക്കോട്ടുകാരിയായി ഇവിടെ നമ്മുടെ സെഞ്ച്വറി ടവറിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം വിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പോയി നമ്മളവിടെ ബിസിനസ് ചെയ്യുന്നത്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും നമ്മുടെ ഒരു ഹോം ടൗണാണ്. കോഴിക്കോടിൽ ജീവിച്ച ഒരാൾക്ക് വേറൊരു സ്ഥലത്ത് പോയാലും സംതൃപ്തി ലഭിക്കില്ല എന്ന് 15 വർഷമായിട്ട് തൃശ്ശൂരിൽ പോയി നിൽക്കുമ്പോൾ ഞാനത് അനുഭവിച്ചറിയാണ്. അപ്പോൾ ഈ വേദി എനിക്കിവിടെ കിട്ടിയതിൽ മാനസികമായി വളരെ സന്തോഷമുണ്ട്. ഇന്നലെയും ഇന്നും ഇവിടെയുള്ള എല്ലാവരോടും കാണാനും സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒരവസരം തന്നതിന് സർവശക്തനായ ദൈവത്തോടു കൂടെ നന്ദി പറയുകയാണ്. അത്ര എനിക്ക് നമ്മുടെ കാലിക്കറ്റ് മിസ് ചെയ്യുന്നുണ്ട്. ഒരു 28 വർഷമായിട്ട് ഞാൻ ബിസിനസ് മേഖലയിലാണ്. പോളിടെക്നിക്കിൽ ഒരു ലെക്ചറായി ഗവൺമെൻറ് ജോലി ലഭിച്ച് ആ ജോലി വേണ്ട, ബിസിനസ് മതി എന്ന തീരുമാനമെടുത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റെ ടെക്സ്റ്റൈലിനോടും ബിസിനസ്സിനോടുമുള്ള എൻ്റെ വളരെ പാഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വന്നപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ബിസിനസ് ലേഡീസ് ചെയ്യുന്നത് വളരെ ട്രെൻഡിയാണ്, ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ആ സമയത്ത് ഒരു ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ച് നമ്മൾ ബിസിനസ്സിലേക്ക് വരികയെന്ന് പറയുമ്പോൾ നമ്മളൊരു അഹങ്കാരിയാണ്. നല്ല ഹൈ പൊസിഷനിലുള്ളൊരു ജോലി കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ച് ബിസിനസ് എടുക്കുക എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ പറയുമായിരുന്നു, ബിസിനസ് ക്ലാസ് അല്ലേ എവിടെ ചെന്നാലും ഭയങ്കര പവർഫുള്ളായിരിക്കുന്നത് എന്ന്. പക്ഷെ അത് ഇത്രയും കാലങ്ങൾ കൊണ്ട് ബിസിനസ്സാണ് നമ്മൾക്ക് ലിമിറ്റ്, നമ്മൾക്കൊരു വളർച്ചയ്ക്ക് ലിമിറ്റില്ല, സ്കൈ ലിമിറ്റ് ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഇന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഇന്ന് എൻ്റെ പേര് പോലും ശരിക്കും ശാന്തി എന്നിങ്ങനെ പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ദീപ എന്ന് പറയുന്ന പേരിലാണ് ഞാൻ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നത്. അതിലുപരി സ്ത്രീകൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ യാതൊരു വിഷമവുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഷോപ്പ് ഓണേഴ്സും ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടപ്പോഴുള്ള എല്ലാ ഷോപ്പ് ഓണേഴ്സും ഭയങ്കര സഹകരണമായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഡിസൈനർ ഗാർമെൻറ്റ്സ് ചെയ്തു, അതിനുശേഷം ഹോം അപ്ലയൻസിലേക്ക് കയറി, ഇപ്പോൾ പാക്കിംഗ് മെറ്റീരിയലിലേക്ക് കയറി. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും സഹകരണമാണ്. ഈ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളിൽ നിന്ന് ഞാൻ പല ആവശ്യങ്ങൾക്കും, ആദിവാസി സ്ത്രീകൾ ഒത്തിരി നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല ആവശ്യങ്ങൾ വരുമ്പോൾ അസോസിയേഷനിൽ പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സഹകരണം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ്. ബിസിനസ് കാര്യങ്ങളായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം തന്നെ 100 പേരെ വെച്ചാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ 29 വർഷമായിട്ടും നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ട്രെൻഡാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറകെ വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രെൻഡ് മാറി എന്താണോ മാർക്കറ്റിലെ റിക്വയർമെൻറ്റ് എന്ന് നോക്കി, മാർക്കറ്റ് പൾസ് എന്താണോ, ജനങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സംവിധാനം അടുത്തേക്ക് വന്നിട്ടില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, 100 പേരിൽ തുടങ്ങി നിൽക്കുന്ന ബിസിനസ് ഇന്ന് എല്ലാവരുടെ സഹായം കൊണ്ടും എക്സ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് ഇന്നിപ്പോൾ കേരളത്തിൽ മാർക്കറ്റ് എൻ്റെ കയ്യിൽ കുറവാണ്. എക്സ്പോർട്ട് ബിസിനസ്സും ഗവൺമെൻറ് സപ്ലൈയാണ് കൂടുതൽ ചെയ്യുന്നത്. അതോടൊപ്പം ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പട്ടികജാതി വികസന വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, വ്യവസായ വകുപ്പ് എന്നീ പല ഗവൺമെൻറ് വകുപ്പുകളും 1000 പേരടങ്ങുന്ന അപ്പാരൽ പാർക്ക് നിർമ്മിച്ച് അത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് നമ്മളെ ഏൽപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ വകുപ്പ് അത്രയും സപ്പോർട്ട് തരുമ്പോൾ ഞാൻ ഓർക്കും, ഇത് വകുപ്പിൽ നിന്ന് കിട്ടുന്ന 10 കോടിയോ 15 കോടിയുടെ പദ്ധതിയല്ല,
മറിച്ച് ദൈവം എനിക്ക് തരുന്ന ഒരു ജോലിയായിട്ടാണ് ഞാൻ അതിനെ കാണാറുള്ളത്. എന്നെപ്പോലെയുള്ള പല സ്ത്രീകൾക്കും വരുമാന മാർഗമാവാനും അഭിമാനത്തോടു കൂടി ജീവിക്കാനും അതിൽ എനിക്ക് എൻ്റെ ഒരു പങ്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു മാനസിക സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഇവിടെ ഒരു കേരളത്തിനും പുറത്തുമുള്ള ഒത്തിരി സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിലുപരി അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഒന്ന് എൻഗേജ് ചെയ്യാൻ ഒന്നുമില്ലാത്ത സ്ത്രീകൾക്ക് അവർ വരുമാനമാർഗം എന്നതിലുപരി മാനസികമായി സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ അവർക്ക് സ്വന്തം ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പേറൽ പാർക്കുകളായും വീടുകളിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുമായിട്ട് അതിലും കൂടുതൽ പേർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഞാനൊരു ജോലി ചെയ്യുകയാണെന്നോ ജോലി ഭാരമോ ഒന്നുമില്ലാതെ ഓരോ ദിവസം വളരെ സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ളതും അതിലും സന്തോഷം. ഒരു ഫാമിലി ബിസിനസ്സായി മാറി. മോനിതിൽ ചെയ്യുന്നുണ്ട്. മോളിപ്പോൾ LLB ഫൈനൽ ഇയർ ആണെങ്കിലും മോളും ബിസിനസ്സിൽ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടും വളരെ നല്ല രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും എന്ന് പറയുന്നില്ല, ഒരു 20% ആളുകൾ വന്നാൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായ ക്വാളിറ്റിയോടുകൂടെ, കാരണം എന്തൊരു ചെറിയ പാക്ക് എടുത്ത് നോക്കിയാലും പാക്കിന് മുകളിലുണ്ടാവും പൂനെ, അഹമ്മദാബാദ്, മുംബൈ എന്ന്. ആ പാക്കിങ്ങും അതിലും ക്വാളിറ്റി കൂടിയ സാധനങ്ങളും നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചറിങ് സെക്ഷനിൽ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അത് റീറ്റെയിൽ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.